പ്രജിത, ഈ മന്ത്രിസഭയുടെ 4ാം വാർഷികം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഇല്ലാത്ത കാശ് നമ്മുടെ പൊതുസമൂഹത്തിന് ഇനി അധിക ബാധ്യത, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വരെ കടമുണ്ടാക്കി വെക്കുന്ന രീതിയിൽ കൊട്ടിഘോഷിച്ച് അദ്ദേഹം ഭരണത്തിൻ്റെ 4ാം വാർഷികം, രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ചില ആൾക്കാരെ മാത്രമേ അദ്ദേഹം കാണുന്നു. അദ്ദേഹം ശരിക്കും ഈ കേരള സമൂഹത്തിൻ്റെ സാധാരണക്കാരൻ്റെ പാർട്ടിയായ CPMൻ്റെ മുഖ്യമന്ത്രി അല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രി അല്ലേ എന്നാണ് ചേട്ടൻ ചോദിച്ചത്. അതെ, ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും, അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ പ്രവൃത്തികൾ അറിയാലോ. 8-9 വർഷമായില്ലേ ഭരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, ഭരിച്ചു മുട്ടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീശ വീർക്കുകയും അദ്ദേഹത്തിനോട് ഏറ്റവും ആവശ്യമുള്ളവരുടെ കാര്യങ്ങൾ നടക്കുകയും അല്ലാതെ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇപ്പോൾ 4ാം വാർഷികാഘോഷം നടത്താനായിട്ട് 500 കോടിയിൽ പരം രൂപയാണ് ചെലവഴിക്കുന്നത്. അപ്പോഴാണ് ഈ പൗരപ്രമുഖരെ ക്ഷണിക്കുന്നത്. മറ്റൊരു കൂട്ടർ അവിടെ നിരാഹാര സമരം ചെയ്യുന്നുണ്ട്, ആശാ വർക്കേഴ്സ്. അവർക്ക് 1 രൂപ കൂട്ടിക്കൊടുക്കാനായിട്ട് പണം കണ്ടെത്താനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പൗരപ്രമുഖർക്കൊപ്പം കശുവണ്ടിയുടെ കറിയും എന്താ പറയുക ഫിഷ് മോളിയും ഒക്കെ കൂട്ടി മൃഷ്ടാനം കഴിക്കാനായിട്ട് അവരെയൊക്കെ ക്ഷണിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആളുകളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയില്ല എന്നുള്ളതല്ല, കഴിയും. അത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരുടെയാണെങ്കിൽ. എന്തുകൊണ്ടാണ് ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ഈ ആശാ വർക്കർമാരുടെ സമരത്തെ ഒന്ന് അഭിസംബോധന ചെയ്യാനും അവർക്ക് 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം അവരെ പോയി ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവരുടെ സമരത്തിന്റെ കാഠിന്യം തന്നെ കുറയുമായിരുന്നു അല്ലെ. അവരുടെ മനസ്സിലുള്ള വലിയൊരു ഭാരം അത് കുറഞ്ഞു കിട്ടുമായിരുന്നു അവർക്ക്. ഞങ്ങൾ അനുകമ്പാപൂർവം അല്ലേ ഒന്ന് പരിഗണിക്കാം, ശ്രമിക്കാം, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിനൊന്നും താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ ആരോഗ്യരംഗത്തോട് തന്നെ താല്പര്യമില്ല. ഇനി മറ്റുള്ള പ്രവർത്തികളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ചേട്ടനെ അറിയാമല്ലോ, കഴിഞ്ഞ നവകേരള സദസ്സ് നടത്തിയപ്പോഴുണ്ടായിട്ടുള്ള പ്രകടനപരതയൊക്കെ ചേട്ടനും അറിയാമല്ലോ. ഭൂകമ്പങ്ങളൊക്കെ പ്രകടനപരത തന്നെ പച്ച മലയാളത്തിൽ പറയാം. അതെ, അതറിയാലോ ചേട്ടന്. അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞതുപോലെ തന്നെ പൗരപ്രമുഖരെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് വേണ്ടപ്പെട്ട ചില ആളുകളെയൊക്കെ വിളിച്ചു വരുത്തുകയും അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവരുടേതായ കാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ചേട്ടൻ എന്താണ് തോന്നുന്നത്? അല്ല പ്രജിത, ഇതിൽ മറ്റൊന്നുമല്ല, ഇതിനെ നമ്മൾ അല്പത്തരം എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറയും. അതായത് തനിക്കുള്ളതല്ലാതെ നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്നത് കെട്ടിത്തൂങ്കറോ കെട്ടാതെ തൂങ്കറോ എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ഒന്നുമില്ലാത്തവൻ എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കുന്നതിനാണ് കെട്ടിത്തൂങ്കറോ കെട്ടാതെ തൂങ്കറോ എന്ന് പറയുന്നത് നാടൻ ഭാഷയിൽ പറയുന്നത്. ഇപ്പം ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വയം ഒരു അപകർഷത ബോധം അദ്ദേഹത്തിന് വേട്ടയാടുന്നു എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സുധാകരന് കൂടെ അല്ല ചേട്ടൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചതേ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാനുള്ള അപകർഷതാബോധം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പത്നിക്കും ബാക്കി പരിവാരങ്ങൾക്കും മകൾ ഉൾപ്പെടെയുള്ള പരിവാരങ്ങൾക്കൊക്കെ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു രീതിയിൽ വസ്ത്രധാരണം പോലും ചെയ്യേണ്ടി വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് കമല ചേച്ചി വിദേശത്ത് പോകുമ്പോൾ നല്ല നല്ല ടോപ്സും പാൻറ്റും ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ചു പോകുന്നത്. കമല ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടാകും, എനിക്ക് ഇവിടെ ഭർത്താവിന്റെ ഒപ്പം. ഏത് ഭാര്യക്കാണ് അതില്ലാത്തത്? ഭർത്താവിന്റെ ഒപ്പം ഒന്ന് അടിച്ചു പൊളിക്കാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ സാരിയിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വരുന്നത്. അല്ല, ഞാൻ ചേട്ടന് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയി പോയതിന്റെ ഒരു അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയി പോയതിലല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ അതായത് K. സുധാകരൻ കൂടെ പറയും, അല്ലയോ പിണറായി വിജയ അല്ലെങ്കിൽ വിജയ. അതായത് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ നാട്ടുകാർ പിണറായി എന്ന ദേശപ്പേര് ചേർക്കാറില്ല. ആ പേര് നാടിന് മോശമാണ്, അതുകൊണ്ട് ഞങ്ങൾ അയാളെ വിജയ എന്നേ വിളിക്കുള്ളൂ. അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. നമ്മളെ പാണ്ഡ്യാല ഷാജിയേട്ടനോട് നമ്മൾ ഷാജിയേട്ടൻ ഇങ്ങനെ വിളിക്കുള്ളൂ, വിജയൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ഏതായാലും സുധാകരൻ പറയാറുണ്ട്,
ഒരു കള്ളുകെത്തുകാരൻ്റെ മകനാണ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതം ഇതാണ് എന്ന് ബഹുമാനപ്പെട്ട വിജയ നിങ്ങൾ കൂടെ കൂടെ ഓർക്കണം, നിങ്ങൾ വന്ന വഴി എന്ന് പറയാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വീമ്പ് പറയലായ ബ്രണ്ണൻ കോളേജൊക്കെ പൊളിച്ചടുക്കി കൊടുക്കാൻ സുധാകരനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിഷയം വഴിതെറ്റി പോകുന്നതല്ല, അദ്ദേഹത്തിന്റെ അതെ. അപ്പോൾ ഇതില് നമുക്ക് പറയേണ്ടി വരുന്നത്, അദ്ദേഹം പ്രാതൽ കഴിക്കാൻ ക്ഷണിക്കപ്പെട്ട പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ കാണുക, അണ്ടിപ്പരിപ്പിൽ കശുവണ്ടിപ്പരിപ്പിൽ ഏതെല്ലാം വിഭിന്നമായ കറികളുണ്ട് അതെല്ലാം കഴിക്കുക. അപ്പൊ ചോദിക്കും കമ്മ്യൂണിസ്റ്റുകാരൻ എന്തേ അതൊന്നും കഴിച്ചുകൂടെ എന്ന്. ശരി, നിങ്ങൾ കഴിച്ചോളൂ. അവരിപ്പോ കട്ടൻ ചായയും മാറ്റിയിട്ട് മന്തിയാക്കിയോ. അതുകൊണ്ടാണ് ഇ പി രാജൻ ബുക്കിന്റെ പേര് വരെ മാറ്റാൻ പോകുന്നത്. കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ മറന്നു കഴിഞ്ഞു. അതെ, ഇപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഗാനങ്ങൾ, അതായത് അലോഷി അമ്പലത്തിൽ പോയിരുന്നു പാടിയ മനുഷ്യനാകണം, അല്ലെങ്കിൽ പോട്ടെ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിഞ്ഞോളെ എന്ന പാട്ടെന്ന് പറയുന്നത് അവരുടെ ഒരു വികാരമാണ്. പൊന്നരിവാൾ അമ്പിളി, ഈ പൊന്നരിവാൾ അമ്പിളി എന്ന് പറയുന്നത് ആ പാട്ടൊക്കെ പിണറായി വിജയൻ ഇപ്പൊ പുച്ഛമാണ്. സാധാരണക്കാരായ പാവം കമ്മ്യൂണിസ്റ്റുകാർ അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ രോമ എണീറ്റ്. അതെ, അപ്പൊ പുഷ്പനെ അറിയാമോ എന്നൊക്കെ, അതെല്ലാം ഇപ്പൊ പുച്ഛമാണ്. അത് ഇപ്പൊ അവരെന്തിനാ ഇടക്കിടക്ക് പാടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൂർവ്വകാലം ഇവർ സാധാരണക്കാരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ. അതെ, സാധാരണക്കാരെ ഇവരൊക്കെ ബൂർഷോളായി കഴിഞ്ഞു. ഇവരൊക്കെ ബൂർഷോളായി കഴിഞ്ഞ സ്ഥിതിക്ക് അല്ലയോ ജനങ്ങളെ, നമുക്ക് ഇങ്ങനെ ഒരു പഴയ, അത് പ്രീത പറഞ്ഞു തന്നെയാണ് കറക്റ്റ്, ഇങ്ങനെ ഉണ്ട് എന്ന്. കാരണം ഞങ്ങൾ ബൂർഷയായി വോട്ട് കിട്ടാൻ ഇവർ വേണം. അപ്പൊ ഈ ഗൂപ്സ് ബംസ് ഒക്കെ വരണമല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ അത്തരത്തിൽ എന്നോ മറന്ന താൻ വന്ന വഴി, തൻ്റെ തട്ടകം, താൻ നിൽക്കുന്ന മണ്ണ്, തൻ്റെ സംഘടന, തൻ്റെ പാർട്ടി ഇതാണെന്ന് എന്നോ മറന്നു കഴിഞ്ഞ പിണറായി വിജയൻ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം കാണുമ്പോൾ അല്പത്തരത്തിൻ്റെ കൂമ്പാരമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ പറയുമ്പോൾ ഈ കേരളം ഭരിച്ച എത്രയോ നല്ല നല്ല മനുഷ്യർ, മന്ത്രിമാരുണ്ട്, എത്രയോ പേരുണ്ട്. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, ടി.കെ. രാമകൃഷ്ണൻ എന്നൊരു CPM കാരനായ മന്ത്രി ഉണ്ടായിരുന്നു, സാംസ്കാരിക മന്ത്രി. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതല്ല, ഞങ്ങളുടെയൊക്കെ കുട്ടിപ്രായത്തിലൊക്കെ അദ്ദേഹം സാംസ്കാരിക മന്ത്രി, കോട്ടയംകാരനാണ്. ഈ ടി.കെ. രാമകൃഷ്ണൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത, എന്തിനു പറയുന്നു, EMSന്റെ പ്രത്യേകത, നയനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേകത, പഴയ മുഖ്യമന്ത്രിയുടെ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ്, ടി.കെ. രാമകൃഷ്ണൻ്റെ കഥ എങ്ങനെയാണ്? ടി.കെ. രാമകൃഷ്ണൻ ഇങ്ങനെ കോട്ടയത്ത് ഒരു സ്ഥലത്തൂടെ അദ്ദേഹത്തിന്റെ മന്ത്രി വാഹനത്തിൽ, അവർക്ക് അന്ന് അംബാസഡർ കാറാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് അംബാസഡർ കാറിന്റെ ആവശ്യമേ ഉള്ളൂ, അകമ്പടി വാഹനം വേണ്ട. അവർ പോകുന്നത് അങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു തട്ടുകടയുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് ടി.കെ. രാമകൃഷ്ണൻ അവിടെ ചെന്ന് ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ട് ടി.കെ. രാമകൃഷ്ണൻ കയറി പോവുകയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റുകാരെ ഈ കേരള ജനത, സമൂഹം, സാധാരണ ജനങ്ങൾ കാണുന്നത്. അവിടെയാണ് പൊന്നരിവാൾ അമ്പിളി പലരെയും കയ്യിൽ രോമങ്ങൾ എണീറ്റ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? രോമവും ഇല്ല, പിന്നെ രോമാഞ്ചവും ഇല്ല. ഇപ്പൊ അലോഷി പാടുമ്പോഴേ അവർക്ക് അതിനൊത്തി തുള്ളാൻ പറ്റുള്ളൂ. അലോഷി പാടുമ്പോൾ സ്തുതിഗീതങ്ങളുടെ കാലമാണ്. അല്ല, അപ്പോ അത്തരത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്, നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ വിരുന്നിലെ കാര്യമാണ്. അത് അത്തരത്തിൽ അദ്ദേഹം ഈ പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ വേറൊരു യാത്രയിലും അദ്ദേഹം ചെയ്തിരുന്നു. അത് കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ യാത്ര, നവകേരള യാത്ര. അതെങ്ങനെ കോടികൾ ചെലവാക്കി ഒരു ബസ് ഉണ്ടാക്കി, ബസ്സിനകത്ത് അവർ ടൂറിസ്റ്റ് മറ്റേ ഉല്ലാസയാത്ര പോകുന്ന പോലെ വീണ ജോർജ്, അദ്ദേഹത്തിന്റെ മരുമകൻ ബാലഗോപാല്, പിന്നെ എല്ലാ വേസ്റ്റുകളും. കെ മുരളീധരൻ ആ യാത്രയെ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പറയുന്ന പോലെ 20 വാഴകളും പാപ്പാനും 20 ആനകളും പെടുക്കാൻ നടത്തിയ യാത്ര എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ പെടുക്കാനുള്ള സ്ഥലം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോ വേണമെങ്കിലും പെടുക്കാലോ. അപ്പൊ ഇത്തരത്തിലുള്ള പെടുക്കാനുള്ള യാത്ര നടത്തുമ്പോൾ പൗരപ്രമുഖരെ മാത്രം കണ്ടതുകൊണ്ട് ഇനിയൊരു ഭരണം നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയൊരു ഭരണത്തിന് ഇതിനകത്ത് ഇനിയൊരു ഭരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ സമകാലിക, നമ്മൾ ആദ്യത്തെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞു പോയ ഒരു വിഷയം, ഒരു ഭീകര വിഷയം, കോൺഗ്രസിനകത്ത് ഒരു ഭീകര വിഷയം ഉള്ളതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയും വിധി ഈ പട്ടി ഷോകളൊക്കെ ഇനിയും കാണേണ്ടി വരുമോ എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ തലയിൽ കൈവച്ച് ചിന്തിച്ചു പോകുന്നത്. കാര്യം പ്രാതലിന് ഇരിക്കുന്ന ഒരു VKCയുടെ മുതലാളി അല്ലെങ്കിൽ വേറെ ആരൊക്കെയുണ്ട്, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഉണ്ണാറുള്ളൂ. ഒരു കണ്ണൂരുകാരനായ സാധാരണക്കാരായ ആരെങ്കിലും ഒരു അപേക്ഷയും കൊണ്ട് വരണമെങ്കിൽ 7 അയലത്ത്, പണ്ട് അണിയാനും മുതലാളിയും മറ്റേ അടിയോനും മുതലാളിയും സ്റ്റൈലുണ്ടല്ലോ, ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പെരുമാറുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്
തീർത്തും യോജിക്കാത്ത രീതിയിൽ. എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ ആശമാർ ചാവേറാകാനുള്ള ഒരു അല്ല, ആശമാരെ സംബന്ധിച്ച് അവരെന്തൊക്കെയോ കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലുകൾ ഇതിപ്പോൾ നമ്മൾ എത്രയോ നമ്മൾ ഇരുന്ന് സംസാരിച്ച വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് തന്നെ തിരിച്ച് ഒരു പിന്നെ പണിയായി വരാനുള്ള സാധ്യത ഈ ഭരണം വീഴുമ്പോൾ. എന്തുകൊണ്ട് ഭരണം വീണു എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം വിട്ടുകൊണ്ട് വലിയ വലിയ മുതലാളിമാരെ പിറകെ പോവുകയും സാധാരണക്കാരായ ആശമാരുടെ സമരത്തെ കണ്ടില്ല എന്നൊരു അവലോകന റിപ്പോർട്ട് ആയതുകൊണ്ടാണ് തോൽവി ഉണ്ടായത് എന്നുകൂടെ നമുക്ക് കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവും.